അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാം, ഒരു ജൂത പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞത് യാ അബുൽ ഖാസിം, തങ്ങൾ വിളിച്ചത് അബുൽ ഖാസിം എന്നാണ്. എന്നിട്ട് ഹൽ ബലഗക്, താങ്കൾക്ക് വിവരമുണ്ടോ എന്നാ ചോദിക്കുക. എന്താ വിവരം ചോദിക്കുന്ന വിഷയം? അന്ന അല്ലാഹ തആല ഇദാ കാന യൗമൽ ഖിയാമ ജഅല സമാവാത് അലാ ഇസ്ബഇൻ വൽ അറാദീന അലാ ഇസ്ബഇൻ വശജറ അലാ ഇസ്ബഇൻ والماء والثرى على إصبع وسائر الخلائق على إصبع ثم يهزهن ويقول أنا الملك أنا الملك. ഇതാണ് അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ, തിരുനബിയുടെ ഓമന വിളിപ്പേരാണ് അബുൽ ഖാസിം. നിങ്ങൾക്ക് വിവരമുണ്ടോ, അന്ത്യനാൾ സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല സമാവാത് അലാ ഇസ്ബഇൻ, വാനങ്ങളെ ഒരു വിരലിലും, വൽ അറാദീന അലാ ഇസ്ബഇൻ, ഭൂമിയെ ഒരു വിരലിലും, വശജറ അലാ ഇസ്ബഇൻ, മരങ്ങളെ ഒരു വിരലിലും, വൽമാ അവസറ അലാ ഇസ്ബഇൻ, വെള്ളവും മണ്ണും ഒരു വിരലിലും, വസായിറൽ ഖലായിഖി അലാ ഇസ്ബഇൻ, മറ്റു സൃഷ്ടിചരാചരങ്ങളെ ഒരു വിരലിലും ആക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പിടിച്ചു കുലുക്കും, വിരലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുലുക്കും. എന്നിട്ട് യഖൂൽ, അല്ലാഹു പറയും അനൽ മലിക് അനൽ മലിക്, ഞാനാകുന്നു രാജാവ് ഞാനാകുന്നു രാജാവ് എന്ന് പറയും. ഈ വിവരം നിങ്ങൾക്കുണ്ടോ എന്നാണ് അബുൽ ഖാസിം എന്ന് വിളിച്ചിട്ടൊരു ജൂത പണ്ഡിതൻ സഹാബത്ത് പറയാണ്, ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു തസ്ദീഖൻ ലിഖൗലിൽ ഹബ്ർ. ഈ ജൂത പണ്ഡിതനെ സത്യപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകി. ആ ചിരി തൂകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണപ്പല്ലുകൾ കാണും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശാല മുഖഭാവമുള്ളവനായി ചിരിക്കുകയുണ്ടായി എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ സദസ്സിൽ ഒരനുബന്ധം കേൾപ്പിച്ചു. അത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ ഖബ്ദു ജമീഅൻ വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി എന്ന ആയത്ത് അതിന് അനുബന്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുകയുണ്ടായി എന്നാണ്. നോക്കൂ നിങ്ങൾ, ജൂതൻ അയാളുടെ അടുക്കൽ ചില അടിസ്ഥാന വിവരങ്ങളുണ്ട്, അറിവുകളുണ്ട്. ആ അറിവുകൾ തിരുസവിധത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. അത് അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ശൈലി ഒരു പ്രകോപനമുണ്ടാക്കും വിധമാണ്. അബുൽ ഖാസിം അബലഗക് എന്നിട്ടാണ് വിഷയം അവതരിപ്പിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശാല മനസ്കതയിൽ കേട്ടു, അവധാനതയിൽ കേട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ അവധാനതയിൽ പ്രതികരിച്ചു. ഇതാണ് നമ്മളിവിടെ വായിക്കുന്ന ചരിത്രം. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്.